ഇഷ്ടമായി. ഇത് ബീഫ് തേങ്ങ കൊടുത്തിട്ട് വരട്ടിയത് നാടൻ. ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചി. പിന്നെ ഇത് ചിക്കൻ എന്താ, ചിക്കൻ കൊണ്ടാട്ടം. ഇന്ന പണി ഇന്നാൾക്കൊന്നൊന്നുമില്ല, എല്ലാവരും എല്ലാ പണികളും ചെയ്യും. ഞാൻ ഹെഡ് മാസ്റ്റർ എന്ന കാലത്ത് സ്കൂളിലെ സമരം അവസാനിച്ചു. സാധാരണ ചട്ടയും മുണ്ട് കൊടുത്തിട്ടാണ് കാണാറ്. വല്ലാണ്ട് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് എത്തി നോക്കരുത്. മൈക്ക് വീഴുന്നു, ഞാൻ വീണാലും കുഴപ്പമില്ല. എന്നാ മൈക്കെന്നാ. ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് A to Z എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഈ രണ്ട് സൈഡ് മടക്കി. ഓ, ഞങ്ങള് പന്ത് കളി കഴിഞ്ഞ് വരുമ്പോഴേ, പാടത്തൊക്കെ പന്ത് കളി കഴിഞ്ഞ് വരുമ്പോ അതേ പാളയില് നോക്കിയാ രാവിലെ റോട്ടിയോടെ പ്രഭാത സവാരിയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ജഗ്ഗുവിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ട് മറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരടുത്ത്. അവിടെ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും കറക്റ്റ് ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ വീടും ചുറ്റുപാടും ഒക്കെ ഇവിടുത്തെ വീട്ടുകാരെയും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വീഡിയോയ്ക്കുള്ള കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു വട്ടോടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അന്ന് വന്നപ്പോൾ നേരം വൈകി. ആ ചേച്ചിയുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ചേച്ചിക്ക് കാറ്ററിങ്ങിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ ആളുടെ പ്രൊഫഷനാക്കി മാറ്റി. ചേട്ടന് വേറെ ആയിരുന്നു ജോലി, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡായിരുന്നു. സൈമൺ ചേട്ടന് ഭാര്യ തുടങ്ങിയ സംരംഭം നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. ഭക്ഷണം ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് ആളുകൾക്ക്. അങ്ങനെ ഇവർക്ക് ഒരു പരസ്യവും ഇല്ല കേട്ടാ, ഇവർ പരസ്യം ചെയ്യേയില്ല. പക്ഷെ ആളുകൾ പറഞ്ഞറിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ഓർഡറുകളാണ്. അങ്ങനെ ഓർഡറുകളൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ പിന്നെ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. പർച്ചേസിങ്ങും ഫുഡ് ഉണ്ടാക്കലും ഡിസ്ട്രിബ്യൂഷനും മാത്രം, കൊണ്ടുകൊടുക്കലും മാത്രമാണ് ആൾ ചെയ്യുള്ളൂ. ബാക്കി ഭക്ഷണം ഉണ്ടാക്കലൊക്കെ മൊത്തം ആ ചേച്ചിയുടെ കയ്യിൽ തന്നെയാണ്. ജഗ്ഗു ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു നായുണ്ട്, കന്നി, ചിപ്പിപ്പാറ, കോമ്പ, കന്നി, രാജപാളയം എന്നീ നായ്ക്കളിൽ പെട്ട ഒരു ജനസാണ് കേട്ടത്. കുംഭകോണത്തുനിന്ന് വെറും 30 ദിവസമായി ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ലാണല്ലേ? 30 ദിവസം പ്രായമുള്ള ഭയങ്കര ഉയർന്നു ജഗ്ഗുനേക്കാൾ ഹൈറ്റ് ആവും. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ വന്നിട്ട് ഇത്തിരി സമയമായിട്ടാ, ഞങ്ങൾ കുറച്ച് സമയം ആളുടെ അടുത്ത് നിന്നു. അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് സൈമൺ ചേട്ടൻ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകളോട് ഇങ്ങനെയല്ലാന്ന് ആള് പെരുമാറാ. പക്ഷെ ഇത് നമ്മളെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയണേ. ഇവിടെ ഭയങ്കര അലമ്പുണ്ടാക്കുന്നു സാധാരണ വേറെ പുറത്തുനിന്ന് ആളുകൾ വന്നാ. പക്ഷെ ഞങ്ങൾ എന്താണാവോ 8 അടി ഉയരമൊക്കെ ചാടി കൂളായിട്ട് കിടക്കുന്നു. അതിന് ഇതിനഴിച്ച് തന്നെ അവിടെ പരിചയം മതില് ആ സൈഡിലെ ആ അതിർത്തി മതിൽ കെട്ടിയിട്ടില്ലേ. പിന്നെ ഇവർക്ക് കുറേ സ്ഥലമുണ്ട്, അതിന് ചുറ്റും മൊത്തം മതിലില്ലാത്ത കാരണം ആളെ അയച്ചു വിടാൻ പറ്റില്ല. സൈമൺ ചേട്ടൻ വായോ. സൈമൺ ചേട്ടൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവല്ലോ അന്നത്തെ വീഡിയോയില്. ഒരു അച്ചായൻ ലുക്കില്ലേ, പാലക്കാരൻ അച്ചായൻ ലുക്കിലാണ്. ഭയങ്കര ആചാനും ബാഹുവാണ്. സുരേഷ് ഗോപിയിലൊക്കെ പോലെ ഉയരത്തില് ഒരു ആള്. അതെ. അപ്പോ നമ്മുടെ ചേച്ചിക്ക് ഇന്ന് ഒരു ഓർഡർ ഉണ്ട്. 700 എത്ര പേരെന്ന് പറഞ്ഞേ? 675 പേരുടെ ഫുഡിന് ഇന്ന് ഓർഡർ ഉണ്ട് ആൾക്ക്. അപ്പൊ ആൾ അതിന്റെ തിരക്കിലാണ്. അതിന്റെ തിരക്കിലാണ്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഇതൊക്കെ വാങ്ങിച്ചു. ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ നമ്മള് ഇതിലെ കയറാല്ലേ? ഇതില് ബീഫ് തേങ്ങ കൊടുത്തിട്ട് വരട്ടിയത് നാടൻ. ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചി, അല്ലീന്നാണ്. അതെ, ഷെഫ്, മെയിൻ ഷെഫാണ്. ഇവിടെ ഇപ്പം എത്ര പേരുണ്ട് സ്റ്റാഫ്? 6 പേരുണ്ട്. നമ്മളതെല്ലാം അങ്ങനെ ക്ലാസിഫിക്കേഷൻ എല്ലാവരും എല്ലാം കാര്യം ചെയ്യും. നമുക്കിങ്ങനെ വെറുതെ ഒന്നും ഇങ്ങനെ നടന്ന് കാണാട്ടാ. നമ്മളിവിടെ അധിക സമയം നിൽക്കണത് ശരിയല്ല. ഭക്ഷണം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നമ്മൾ കിടന്ന് ചിറ്റി കളിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളിന്ന് വരുന്നു പറഞ്ഞിരുന്നോണ്ട് ഇവർ ഇത്തിരി നേരത്തെ തുടങ്ങിന്ന്. മീൻകറിയാണ് അവിടെ. നെയ്മീനാണ്. നമുക്ക് മുനമ്പത്തുനിന്ന് വരണ ഇറക്കിയാണ്. ഞങ്ങൾ മുനമ്പത്തുനിന്നാണ് സാധനം എടുക്കുക. ഒന്നെങ്കിൽ മുനമ്പം അല്ലെങ്കിൽ അബാദ് പ്ലാസ ഹോട്ടലില്ലേ, അവരുടെ അബാദ് ഫിഷസ് കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ മീൻ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു സാധനമാണ്. ആർക്കിയായതുകൊണ്ട് കൂടുതലും എല്ലാം ശരിയായതിനു ശേഷം മീൻ കറി വെക്കാൻ നോക്കുള്ളൂ. ലാസ്റ്റിലേക്ക് വെക്കുള്ളൂ. കാരണം ഒരുപാട് നേരം. പിന്നെ ഇവിടെ നമുക്ക് വേറെ
ബാക്കി പൗഡറുകളൊന്നുമില്ല. പക്ക തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ തനി തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ കേടുവരും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പോകുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇല്ല, കോക്കനട്ട് റെഡി മിക്സ് അങ്ങനത്തെ കാര്യങ്ങളില്ല, ആർട്ടിഫിഷ്യൽ കളറില്ല, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒക്കെ നമ്മൾ നാച്ചുറൽ ഇത് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങൾ കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ആളുകളുടെ അടുത്ത് പറയും വൈകിട്ടൊക്കെ കൊണ്ട് പോകണമെങ്കിൽ ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കണം. കാരണം നമുക്ക് പ്രൊസസ്സേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഫുഡിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 650 നോൺ വെജ് ഫുഡും 25 വെജും ആണ്. അപ്പോൾ 25 പേർക്കുള്ള സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് കുരുമുളകിട്ട് തേങ്ങാക്കൊത്തിട്ട് വരട്ടിയത്, പിന്നെ മീൻകറി. കുറച്ച് ചേച്ചിമാരുണ്ട് കേട്ടാ. ഇവരൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളുകളാണ്. ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ 3-4 പേരൊക്കെ നമ്മുടെ അടുത്ത് ഒരു 8-9 കൊല്ലമായിട്ട്. ഈ ചേച്ചിയൊക്കെ ഞങ്ങളുടെ തുടക്കം തൊട്ടേ ഉള്ള ആളാണ്. പിന്നെ ഈ ചേച്ചിയുടെ പേരെന്താ? സരസ്വതി. ഇത് റഹ്മത്ത് അതുപോലെ സ്റ്റാർട്ടിങ് തൊട്ടുള്ളത്. പിന്നെ ഇവരൊക്കെ അതിനോട് ചേർന്ന് എല്ലാവരും ഒരു 6-7 കൊല്ലമായിട്ട്. എല്ലാവരും പരിചയപ്പെടുത്തട്ടെ. ചേച്ചിയുടെ പേര് റഹ്മത്ത്. ഇവിടെ അടുത്ത വീട് അല്ല, തൃശ്ശൂർ. തൃശ്ശൂരിൽ വരുന്ന നിങ്ങള്? ചേച്ചിയുടെ പേര് സുധ. ചേച്ചിയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ. ചേച്ചിയുടെ പേര് റെജു. നല്ല പേര്. തൃശ്ശൂരിന്ന് വരുന്നു. പിന്നെ ഇവിടെ ഒരു ചേച്ചി മല്ലിക. നല്ല പേര്. ചൂണ്ടല് വീട്. ഇനി അടുത്ത ആള്. എൻ്റെ പേര് വിജി. ഇവിടെ അടുത്താണ് വീട്. ആ ചേച്ചി ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള ചായ ഒക്കെ വെച്ചു. ചായ കാപ്പിയാ? ചായ. അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാവാം. ഞങ്ങളുടെ മേഡാണല്ലോ ആദ്യം ചെയ്യണത് കേട്ടാ. ഞങ്ങള് മാത്രം ഹെൽപ്പാണല്ലോ. ഇനി ഞാൻ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി അവതരിപ്പിച്ചോളൂ. എല്ലാതും പറഞ്ഞോ. എല്ലാ കാര്യങ്ങളും ചെയ്യണത് അല്ലിയാണ്. ഞങ്ങള് സഹായിക്കുള്ള എല്ലാ ഇതും ചെയ്യാം. അതിന്റെ രുചി എല്ലാ കാര്യങ്ങളും ആണല്ലേ. അല്ലിയാണ് നമ്മുടെ താരം. ഇവിടെ മുതലാളി തൊഴിലാളി ഒന്നുമില്ല. ഒരു എല്ലാവരും എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യും. ഇന്ന പണി ഇന്നാൾക്കൊന്നൊന്നുമില്ല. എല്ലാവരും എല്ലാ പണികളും ചെയ്യും. ശരിക്കും എത്ര സ്റ്റാഫാ മൊത്തം? ഞങ്ങളൊരു 11-12 പേര് കഴിഞ്ഞ ആഴ്ച. ഇതിന് അത്ര ആവശ്യമുള്ളൂ. ഇന്നപ്പോ എത്ര പേര്? 6 പേര്. അവിടെ ഞാൻ ചോദിച്ചു എത്ര പേരുണ്ട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞത് 6 പേര്, ഞാനടക്കം 7 പേര്. അപ്പൊ ആള് മുതലാളി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കലൊന്നുമില്ല. ഇവരുടെ കൂടെ പണിയെടുക്കും. ഞങ്ങൾ അന്ന് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇതേപോലെ ഇതേ വേഷം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളിനി പുറത്തേക്ക് കിടക്കാണ് കേട്ടോ. ഒരു ചെയ്തോട്ടെ. ശരി. ഇതാണ് നമ്മുടെ വണ്ടി. ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മുടെ ഡെലിവറി ഇവിടെ നിന്നാണ്. ഇത് നമ്മളൊരു ചെറിയൊരു കൂടി ഉണ്ട്. അപ്പോൾ ചെറുവക ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിൽ പോകും. കൂടുതൽ വരുന്നത് നമ്മൾ ട്രാവലറിൽ പോകും. ഇത് കാരണം ഗുഡ്സ് പെർമിറ്റാണ്. അപ്പോൾ ഇതിൽ നോർമലി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഈ പാർട്ടിയിൽ നിന്നാണ്. ഇതിൽ മറ്റേക്ക് നോർമലി എൻട്രൻസ് കൊടുക്കില്ല. ആ ഡോർ അടച്ചിരിക്കും. ഇവിടെ നിന്നാണ് നമ്മുടെ സപ്ലൈയും പാക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുക. ഫുഡിന് വാനില ഐസ്ക്രീമും പിന്നെ ക്യാരറ്റ് ഹൽവയും കൂടി ഉണ്ട് ഓർഡർ. ക്യാരറ്റും ബീട്രൂട്ടും കണ്ട. അതൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചത്. വൈകുന്നേരം അല്ല, ഇന്നലെ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ സെറ്റ് ആവില്ല. അതുകൊണ്ട് ഐസ്ക്രീം മാത്രം നമ്മൾ ഐസ്ക്രീം പുറത്തുനിന്ന് കൊടുക്കും. പിന്നെ അതുപോലെ കോൺ നമ്മൾ കുറച്ച് നല്ല കോണൊക്കെ കൊടുക്കും. 2 രൂപ വരാവുന്ന കണ്ടീഷനിൽ മറ്റേ നടത്തറ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ കോണിലെ ഐസ്ക്രീമും ഇത് മറ്റേ പോളികാർബണേറ്റ് സോസ് വെച്ചിട്ട് ഇതിൽ കൊടുക്കും. ഈ ഐറ്റംസൊക്കെ ഞങ്ങൾ പുറത്തെടുക്കും. ഇപ്പോൾ ചപ്പാത്തി, വെള്ളയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇല്ല. ഞങ്ങൾ പുറത്തെടുക്കും. അതൊക്കെ നമുക്ക് പതിവായിട്ട് കഴിഞ്ഞൊരു 6-7 കൊല്ലമായിട്ട് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ അങ്ങനത്തെ ട്രസ്റ്റഡ് കസ്റ്റമർ നമ്മുടെ സോഴ്സിൽ നിന്ന് മാത്രമേ എടുക്കുള്ളൂ. സ്വീറ്റ്സ് അതുപോലെ സ്റ്റാർട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്? എവിടെ നിന്നൊക്കെ ഓർഡർ എടുക്കും? ഞങ്ങൾ എറണാകുളം വരെ പോയിട്ടുണ്ട്. സാധാരണ തൃശ്ശൂർ, എറണാകുളം സൈഡിലേക്ക് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ 1-2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ്സിൻ്റെ ഇത് ആലുവ ചെയ്തിട്ടുണ്ട്, അങ്കമാലി ചെയ്തിട്ടുണ്ട്, പിന്നെ കാലടി ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആസ് പെർ റിക്വയർമെൻറ്റ്. കാരണം നമ്മളൊരിക്കലും വിളിച്ച് ഓർഡർ എടുക്കില്ല. ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ എറണാകുളത്തേക്ക് അങ്ങനെ വന്നതാണ്. നമ്മൾ കഴിച്ച്
അതിന്റെ ബേസിൽ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ചെയ്തു. ഇവിടെയൊക്കെ ചെയ്യുന്നവരുടെ റിലേറ്റീവ്സ് അവിടെ നിന്ന് വരുന്നവരുണ്ടാവല്ലോ, അപ്പൊ അവർക്ക് പക്ഷെ നമ്മളെപ്പോഴും ദൂരേക്ക് പോകുമ്പോഴത്തെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധനങ്ങൾ ഇത്രയും ദൂരേക്ക് പോകണ്ടേ. അപ്പൊ ട്രാൻസിറ്റിൽ വരുന്നതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് എൻകറേജ് ചെയ്യില്ല. ഇപ്പൊ ചിലവർ പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യും. മറ്റേത് ചൂടാണെന്ന് മാത്രമല്ല, ഇപ്പൊ ഈ സാധനങ്ങൾ തേങ്ങാപ്പാൽ കുഴിച്ചുള്ള കറികളൊക്കെ ആണെങ്കിൽ കേടുവരാനൊക്കെ ചാൻസ് കൂടുതല. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ നോർമലി റിസ്ക് എടുക്കില്ല. പിന്നെ ഇൻ ആൻഡ് അറൗണ്ട് തൃശ്ശൂർ തന്നെ നമുക്ക് ആവശ്യംപോലെ ഓർഡേഴ്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരുപാട് ദൂരേക്ക് അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഓർമ്മയുണ്ടാ? ഞാൻ വേണ്ടിട്ട് ഞാനല്ലേ കൊറേ വർത്താനം പറഞ്ഞത് അന്ന്. ബേക്കറിയാ സരിത നമ്മള് ഷൂട്ട് ചെയ്തില്ലേ അന്ന് വീഡിയോ, അതൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ ഓർമ്മയുണ്ട്, ഓർമ്മയിലായിരുന്നു. ഇവനെ ഓർമ്മയുണ്ടാ? അതെ, ശരി. ചായ കൂടി എൻ്റെ ജഗ്ഗു ഊഞ്ഞാലാടിയിരിക്കുകയാണ്. നമുക്ക് അപ്പച്ചനോടും അമ്മച്ചിയോടും കുറച്ച് സമയം വർത്താനം പറയാം. ഇവരെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്നായി വറക്കട്ടെ. അപ്പച്ചൻ്റെ പേരെന്താ? ആന്റണി. ആന്റണി. ആന്റണി തന്നെയാണ് ഇവിടെ മോൻ്റെ പേര് അല്ലേ? അല്ലേ, മോൻ ആന്റണി. എത്രാം ക്ലാസ്സിൽ അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ? ഞാൻ 8, 9, 10. ഇംഗ്ലീഷും സോഷ്യലായിരുന്നു. അതന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അന്നത്തെ കുട്ടികള്? ഭയങ്കര കുറുമ്പന്മാരായിരുന്നു? അങ്ങനെയൊന്നായിരുന്നില്ല. ഇല്ല, നല്ല അനുസരണയുള്ള പിള്ളേരായിരുന്നു. കുറുമ്പുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങൾ സ്കൂളിൽ സമരവും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ഹെഡ് മാസ്റ്റർ എന്ന കാലത്ത് സ്കൂളിലെ സമരം അവസാനിച്ചു. ഞാൻ അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരെയും കണ്ടു, പഞ്ചായത്ത് പ്രസിഡന്റ് സഹായം ചോദിച്ചു. അവരെല്ലാവരും എന്നോട് രക്ഷിതാക്കൾ വളരെ കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു കൊല്ലത്തിൽ 91 ഇവിടുത്തെ സ്കൂളിൽ പിന്നെ ഇവിടെ സമരം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്തെങ്കിലും ഭയങ്കര ഓർമ്മയിൽ നിൽക്കണ വല്ലതും ഉണ്ടോ സ്കൂളിലെ ആ കാലഘട്ടത്തിൽ? ഞാൻ കുട്ടികളെ മക്കളെ പോലെ കണക്കാക്കുന്നവരാണ്. അതുപോലുള്ള റെസ്പോൺസ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിരുന്നു. അതാണ് എനിക്ക് സന്തോഷം. പലരും കയറി വരാറുണ്ട് ഇവിടെ. ഈ വീട്ടിലായിരിക്കുമ്പോൾ പലരും ഇവിടെ വരും, എന്നെ കണ്ട് കൂടെ പഠിച്ചവരും പഠിപ്പിച്ചുള്ളവരും വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചുള്ള കുട്ടി നമ്മളവർ വന്നിട്ട് ഞാൻ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത്. എന്തായാലും അങ്ങനെയുള്ള ഓർമ്മ പ്രത്യേകിച്ച് ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് സന്തോഷത്തോടുകൂടി ഓർത്തു വരുന്നവരുണ്ട്. എന്തെങ്കിലും മനസ്സിന് വിഷമമായിട്ടുള്ള ഓർമ്മകളുണ്ടോ സ്കൂളിൽ? അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹെഡ് മാസ്റ്റർ എന്നുള്ള എനിക്ക് മാസ്റ്റർ എന്നായിരിക്കും ഞാൻ ചെയ്തേക്കുന്ന എൻ്റെ ചില നടപടികൾ കുട്ടികൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടാവാം. അപ്പം എന്നാലും അതും ഒരു വ്യക്തിപരമല്ല. ഇല്ല, കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ സമരം ചെയ്യും. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ബോയ്സ് സ്കൂളിൽ നിന്ന് അങ്ങാടി വരെ ഞങ്ങൾ 4-5 ടീച്ചേഴ്സിനെ അവർ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ പിന്നാലെ വന്നു. അതൊക്കെ അതിൻ്റെ കുട്ടികളുടേതായ ഒരു കാര്യമായിട്ട് ആയിരുന്നു. അതിപ്പോൾ അവർക്ക് ഒന്നുകിൽ ഒരു ദിവസത്തെ വലിയ സമരം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വളരെ ഗൗരവമായിട്ട് അവനോട് വർത്താനം പറഞ്ഞതാണ്. അങ്ങനൊരു പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. അതിന് പിന്നെ ഒരു കാരണമുണ്ട് ഇവർക്ക് സമരം ചെയ്യാനായിട്ടുള്ള വിജയം. ഇവർ സമരം തുടങ്ങി കുട്ടികളെ ഇറങ്ങണില്ല എന്ന് കണ്ടാൽ അവർ ശ്രീകൃഷ്ണ കോളേജിൽ പോയിട്ട് പറയും. അവിടുന്ന് പിള്ളേർ വരും. അവർക്ക് പിന്നെ വേറെ മേൽനോട്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ സമരം ചെയ്യും. ഞാൻ ആദ്യം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ട് ഇതിനൊരു ബ്ലോക്ക് ചെയ്യാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ സന്തോഷം. അവരും എല്ലാവരും ആഗ്രഹിച്ചിരുന്നു സ്കൂളിൽ ഈ സമരം അവസാനിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കുട്ടി ഇനി മാഷെ ശല്യം ചെയ്യാൻ വരില്ല. ആ വാക്ക്, അദ്ദേഹം പറഞ്ഞ വാക്ക് എൻ്റെ കാലഘട്ടം മുഴുവൻ പ്രായോഗികമായിരുന്നു. അതാണ് എനിക്ക് സമരം നിൽക്കാൻ സഹായിച്ചൊരു കാര്യം. പിന്നെ ചില പുറത്താക്കേണ്ടി വന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളിലുള്ളൂ.
അത് ഒരു കാലഘട്ടത്തിൽ സ്കൂളുകളിൽ മുഴുവൻ എന്നും സമരം ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കും പഠിക്കാൻ പറ്റില്ല. അപ്പച്ചന് 88 വയസ്സായിട്ടാ 91 റിട്ടയർ ചെയ്തത്. 92 റിട്ടയർ ചെയ്തു. ഞാൻ റിട്ടയർ ചെയ്യുന്നതിലും ഒരു ചരിത്രമുണ്ട്. അതെന്താ പറയൂ. ഒരു കൊല്ലത്തെ ഈ ഹെഡ് മാസ്റ്റർഷിപ്പിൻ്റെ കാലഘട്ടത്തിൽ എന്ന് അവിടെ തിക്കും തിരക്കും ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന ഇവിടെ എൻ്റെ ഒരു അടുത്ത് തൊട്ട് വീട്ടിലത്തെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവൻ കൊണ്ടുവന്ന് സ്കൂളിൽ നിന്ന് ഉച്ചരിഞ്ഞിട്ട് എൻ്റെ ചോറ് അവനാണ് കൊണ്ടുവരുക. എൻ്റെ അടുത്തൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അവൻ ഇവിടെ വന്നാൽ അന്ന് സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള മുഴുവൻ ചരിത്രവും ഇവൾക്ക് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന തിക്കും തിരക്കും ഒക്കെ ഇവൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവരെന്നോട് നിർബന്ധമായിട്ട് ഞാൻ ലീവ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ എത്ര ഞാൻ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. ഒരു ഓർഡറിലായതല്ലേ, എനിക്കിനി ഒരു കൊല്ലം കൂടിയുള്ളൂ, ഞാനത് വർക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഇവർ എൻ്റെ പിതാവുണ്ട് ബിഷപ്പ് പോൾ ചിറ്റലപ്പള്ളി, അന്ന് ആദ്യം വികാരി എൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് ഈ ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ, നീ ഒരു ഷോർട്ട് പീരീഡെങ്കിലും ലീവ് എടുക്കണം. അപ്പോൾ ഞാൻ വല്ല സങ്കടമുണ്ട് ഈ കാര്യത്തിൽ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ലീവ് എടുക്കണം നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഞാൻ മൂത്തൊരു ജ്യേഷ്ഠൻ അച്ഛനുണ്ട്, അച്ഛനോട് ചോദിച്ചു. അച്ഛന് അല്പം കൂടി വിഷമമുണ്ട്, എന്നാലും പലറ്റും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സഹപ്രവർത്തകർ ചില ടീച്ചേഴ്സിനോട് ചോദിച്ചു. അവർ പറഞ്ഞു, മാഷ് ഈ പ്രായമാരെയൊക്കെ പണിയെടുത്തില്ലേ, സ്വസ്ഥമായിട്ട് വീട്ടിൽ ചെന്ന് സമാധാനമായിട്ടിരിക്കുക, എന്നോട് ലീവ് എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചേ. ഞാൻ പതിവായിട്ട് കാണുന്ന ഒരു ഡോക്ടറുണ്ട് ചൂണ്ടത്തെ, ജോസ് ഡോക്ടർ. അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ ആരോഗ്യപരമായിട്ട് എങ്ങനെ അച്ഛൻ മാഷ ഡോക്ടർ ഞാൻ നിർബന്ധിക്കുന്നു എന്നെ ലീവ് എടുക്കാനായിട്ട്. എന്നോട് വളരെ സ്നേഹവും ഒരു ബഹുമാനമുള്ളതാണ് ആ ഡോക്ടർ. ആ ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തു, മാഷ് സമാധാനം, ഈ കാലമൊക്കെ പണിയെടുത്തില്ലേ, ഇനി സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരിക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. അതെ ഞാൻ മറ്റുള്ളവർ ലീവ് എടുക്കുമ്പോൾ ലീവ് എടുക്കല്ലേ, കുട്ടികളെ ഓർത്തിട്ട് ലീവ് എടുക്കരുത് എന്ന് പറയുന്ന ആളായിരുന്നു ഞാൻ. അത് ഞാൻ തന്നെ അത് ലംഘിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ ദൈവവിശ്വാസികളാണ്, അധികാരികളും പ്രായമുള്ളവരും പറയുമ്പോൾ അത് ദൈവഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ ലീവ് എടുത്തു. അങ്ങനെ ഒരു 1 ഇയർ ഞാൻ ലീവ് എടുത്തു. ജൂലൈയിൽ ലീവ് എടുത്തിട്ട് മാർച്ച് 30 ക്ലോസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ചാർജ് എടുത്തു, പിറ്റേ ദിവസം റിട്ടയർ ചെയ്തു. അപ്പം അങ്ങനെയുള്ള അല്ല എനിക്ക് ഞാനൊരു കൃഷിക്കാരനാണ്. എൻ്റെ ബാക്കിയുള്ള സമയം ഞാൻ കൃത്യമായിട്ടും കൃഷിയിലും വീടുമായിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്ക് വരും, കൃഷി കാര്യങ്ങൾ ഏർപ്പെടും. വീട്ടിൽ ഇപ്പം ഇറങ്ങാറില്ല. 7 കൊല്ലം അമ്മ പാരലൈസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അമ്മയെ ശുശ്രൂഷിക്കാനും സമയം കിട്ടുമായിരുന്നു. ഞാൻ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ കാപ്പി പിടിച്ചാൽ നേരെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഇടയത്തിരുത്തും. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരിക്കും. അതുപോലെയുള്ള അമ്മയുടെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. എനിക്കതിൽ നിങ്ങളുടെ ഒരു സംഭവം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു പരീക്ഷയുടെ സമയത്താണ്, SLC പരീക്ഷയുടെ സമയത്താണ് ഒരു കുട്ടി എന്നെ ഒരു ഇൻ്റർവെൽ സമയത്ത് വീട് അപ്പാന്ന് സ്കൂൾ കെട്ടിടം മുഴുവൻ മുഴങ്ങണമാതിരി എന്നെ വിളിച്ചു. എന്നെ കളിയാക്കാനാണ് വിളിച്ചത്. പക്ഷെ എനിക്കൊരു സന്തോഷമാണ് തോന്നിയത്. അവർ എന്നിൽ അവരൊരു അപ്പനെ കാണുന്നുണ്ടല്ലോ, അല്ലാതെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? കളിയാക്കിയിട്ടാണെങ്കിലും അതെനിക്ക് പലർക്കും അതൊരു കളിയാക്കിയായിട്ട് തോന്നാമെങ്കിലും എനിക്കത് മനസ്സിന് വളരെ സന്തോഷമുള്ളൊരു അനുഭവമായിരുന്നു. ഞാൻ എന്തോ ഉദ്ദേശിച്ചോ ആ ഉദ്ദേശിച്ച പോലെ അവരും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു. പിന്നെ അങ്ങനെയുള്ളൊരു പല സംഭവങ്ങളുണ്ട്. അതിൻ്റെ അതൊരു അധിക പ്രസംഗമാവുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതെന്തായാലും മാഷ് പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് അന്നത്തെ പിള്ളേർ കാണുന്നുണ്ടാവും വീഡിയോ. അപ്പോൾ അവർ പറയും, അയ്യോ ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആന്റണി മാഷല്ലേ എന്ന് പറയും. ഇനി എന്താണ് നമ്മുടെ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ഞാനന്ന് പറഞ്ഞിട്ട് സാധാരണ ചട്ടയും മുണ്ടുകൊടുത്തിട്ടാണ് കാണാറ്, പക്ഷേ സെറ്റ് മുണ്ടുകൊടുത്തിട്ടാണ് നല്ല ഐശ്വര്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ അമ്മ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ആ കുട്ടിയുടെ അമ്മ ഇതുപോലെ പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ സെറ്റ് മുണ്ട് കൊടുത്തിട്ടാണ് പോവാ. സാരി ഉടുക്കും അല്ലേ?
അപ്പൊ എന്താ അന്ന് മാഷിന് ഇഷ്ടമില്ലാണ്ട് നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചേ ഒരു കൊല്ലം? നമുക്ക് പേടി. അവിടെ അതിൻ്റെ പിന്നാലെ ഇവിടെ വേറെ ഒരു ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ പറഞ്ഞായിരുന്നു അങ്ങനെ മാഷ തല്ലാനൊക്കെ ആയിട്ട് പിള്ളേർ ഒരുങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ? എന്നിട്ട് പിന്നെ മരുമോളോട് ചെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടി സാറില്ല അത് കഴിഞ്ഞല്ലോ. അപ്പൊ ആൾക്കത് ആലോചിക്കുമ്പോ വിഷമമാണ് ആ കാലം. അപ്പോൾ അങ്ങനെ ആള് ഒരു വർഷം ലീവ് എടുക്കേണ്ടി വന്നു അല്ലേ? ലീവ് എടുത്താൽ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ലേ? കാരണം ഇവിടെ പറമ്പ് അതുപോലെ ഇഷ്ടംപോലെ പറമ്പും കൃഷിയും കാര്യങ്ങളും ഉണ്ട്. വരുന്നുണ്ട് അങ്ങോട്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാ. ചേച്ചി വരുന്നുണ്ടെങ്കിൽ വാ. പള്ളിയിൽ പോവാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഷ് ഇതിൽ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻസ് മാഷിൻ്റെ അടുത്ത് വരാറുണ്ടോയെന്ന്. നമ്മളിപ്പോൾ ഇതേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ പഠിപ്പിച്ചിട്ടുള്ള ആൾ വന്നു. ആൾ സ്കോട്ട്ലൻഡിലാണ്, നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയിട്ടാണ്. അതേ വന്നിട്ട് ഇതേ മാഷിൻ്റെ അടുത്ത് സംസാരിക്കണം. ഏത് വർഷമാണ് പഠിച്ചിട്ടുള്ളത്? 94 SSLC കഴിഞ്ഞത്. 94 SSLC കഴിഞ്ഞു. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് 93 മാഷ് റിട്ടയർഡ് ആയത്. 92 മാഷ് റിട്ടയർഡ് ആയത്. അപ്പോൾ ഏത് വർഷം മാഷ് പഠിപ്പിച്ചിട്ടുള്ളത്? ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് അവിടെ ഹെഡ് മാഷായിട്ട് അവിടെ വന്നു. മാഷ് പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ കാലഘട്ടം വരുമ്പോഴേക്കും എത്തിയിട്ടില്ല. തീർച്ചയായും. വീട് ആളുടെ കണ്ടാണ് ശരിയാണ്. പേര് കെന്നി. അപ്പൊ ഇവര് പഴയ ഓർമ്മകളായി ഇറക്കട്ടെ, നമുക്ക് പോവാം. വീട് നമുക്ക് കാണിക്കാം. വീട് 1967 പണിതിട്ടുള്ള വീടാണ്. 57 കൊല്ലം പഴക്കമുള്ള വീടാണ് കേട്ടോ. അടിച്ചിട്ടുള്ള നല്ല വീട്, ഭയങ്കര രസമായിട്ടുള്ള വീടാണ്. പിന്നെ ഉള്ളിൽ ചെറിയ റിനോവേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പറമ്പിലേക്ക് കടന്നാണ്. പറമ്പ് പ്രത്യേകിച്ച് അധികം കാണാനൊന്നുമില്ല. നമുക്ക് സാധാരണ പോലുള്ള ജാതി കണ്ടോ, ജാതി, തെങ്ങ്, ഇവിടുത്തെ ചേച്ചി പച്ചമുളക് പൊടിയനു. ചേച്ചിനെ കണ്ടില്ലേ നീ? ചൂനിയ മുളക് പൊടിയനു. ഇത് എന്തിരിക്കുള്ളതാ? ചമ്മന്തി അരയ്ക്കാനാ? പിണ്ടി അച്ചാറിലേക്ക് ഇടാനാന്ന് ഈ ഇവിടേക്ക് ഫുഡ് ഡെലിവറിക്കുള്ളതില് നമ്മുടെ വീട്ടിലത്തെ മുളകാണ് ഉപയോഗിക്കണേ? അല്ല, പിണ്ടിക്ക് മാത്രം. നമ്മുടെ ചൂനിയ മുളക് കേട്ടാ. മറ്റേ ഫുഡ് ഐറ്റംസിൽ പിണ്ടി അച്ചാറൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ? ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണോ അത്? കൊടുക്കാറുണ്ട് അല്ലേ? ഞങ്ങള് പിണ്ടി അരിഞ്ഞ് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ കാന്താരി മുളക്, കുഞ്ഞുമുളക് പൊട്ടിക്കുന്നു ആ ചേച്ചി. ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. മല്ലിക. അയ്യോ, ഭീമാകാരൻ കിണറുണ്ട്. കിണറ്റിക്ക് വല്ലാണ്ട് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് എത്തി നോക്കരുത്. ശരി, മൈക്ക് വീഴുന്നു. ഞാൻ വീണാലും കുഴപ്പമില്ല. എന്നാ മൈക്ക് എന്നാ മൈക്ക് ചേട്ടൻ്റെ ഊര് തന്നിട്ട് നോക്കിക്കൂടെ? എനിക്ക് കണ്ടാ നോക്കിക്കോന്ന്. ഇങ്ങനെ പിടിച്ചിട്ട് വേണം നോക്കണെന്ന് പറയാ. പിടിച്ചിട്ട് തന്നെ നോക്കിയേ. ഞങ്ങളെ ഒരു 7:15 അവിടെ എന്തൊരു ഞാൻ അവിടെ ഡ്രൈവറാണ്. എത്ര കൊല്ലായി അവിടെ പോയിട്ട്? അവിടെ പോയിട്ട് ഒരു 19 വർഷം ആവാറായി. ഫാമിലി എല്ലാവരും അവിടെ തന്നെ വന്നിട്ടുള്ളൂ. കാരണം എമർജൻസി ആയിട്ട് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. ഫാമിലി ആയിട്ട് എവിടെയാണ്? എൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ എല്ലാതും കാണുന്നത്. ഞാൻ പൂർവ്വം ചില ദിവസങ്ങളിലേ കാണാറുള്ളൂ. നമ്മൾ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും കണ്ടിരിക്കുന്നത് കാണാം. ഞങ്ങളുടെ സംസാരം ഇങ്ങനെ മുഴങ്ങി കേൾക്കാല്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷം. ജസ്റ്റ് ഒന്ന് അവിടെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സ്മിത എന്ന് പറയും. അപ്പം എൻ്റെ വൈഫ് അതുപോലെ സ്മിത, രണ്ടുപേർക്കും ജസ്റ്റ് ഒന്ന് ഹായ് പറയട്ടെ. വൈഫിന്റെ പേരെന്താ? നിജി. നിജി വർക്ക് ചെയ്യാണോ അവിടെ? വർക്ക് ചെയ്യുന്ന നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സ്മിതയും അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും നിങ്ങളുടെ പ്രോഗ്രാം കാണുന്നവരാണ്. അപ്പൊ നമ്മുടെ കട്ട ഫാൻ ആയിട്ടുള്ള നിജിക്കും സ്മിതയ്ക്കും ഞങ്ങളുടെ വക ഹായ്. ശരി. അപ്പൊ എന്തൊക്കെയല്ലേ നമ്മളെ കണ്ട എത്ര ആളുകൾ നമ്മളെ ഈ യൂട്യൂബുകാരൻ നമ്മൾക്ക് എന്താ പറയാ, അതിന് പറയാ, യൂട്യൂബുകാരനെ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ പോലും അറിയാതെ എത്രയോ പേര് സ്നേഹിക്കുന്നു. ഇന്നാളൊരു ആരണാവോ, അയ്യോ പേര് എനിക്ക് ഓർമ്മയില്ല, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് A to Z എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ
നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ എവിടെയെങ്കിലും കണ്ടാലും നമുക്ക് അവരെ അറിയില്ലല്ലോ. അതാലോചിക്കുമ്പോൾ വിഷമാവാന്ന്. അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള്, നമ്മൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ കുറിച്ച് എല്ലാം അറിയാം, എന്നും അവരെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, അവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കും. അവർക്ക് എന്തെങ്കിലും നല്ലത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, എന്തെങ്കിലും അവർക്ക് മോശമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിഷമം, സ്വന്തം ആളുകൾക്ക് സംഭവിക്കണം, സ്വന്തം വീട്ടില് സംഭവിക്കണ പോലെയുള്ള വിഷമം, അങ്ങനെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളറിയില്ലാന്ന്. അതന്നെ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള്, ആ ആൾക്ക് നമ്മളെ അറിയില്ല, പരിചയമില്ല എന്ന് പറയുമ്പോൾ ഒരു വേദന കുറിച്ചിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നമ്മളുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അറിയും, സംസാരിക്കും, പിന്നെ ഭയങ്കര കൂട്ടായിരിക്കും. അതെ, ഞാൻ ഈ സാധനം പിടിച്ച് നടക്കാൻ വേണ്ടി കുറെ നേരമായി. എന്തുടനാ ഇതെന്തുണ്ടെന്നറിയോ? കവുങ്ങിന്റെ പാള. പണ്ട് കാലത്ത് അല്ല, ഞാൻ ഒരു സംഗതി കാണിക്കാൻ തന്നെ. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലത്തെ കിണറുകളില് വെള്ളം കോരാൻ അതിന്റെ പാട്ട വാങ്ങിക്കാൻ കാശില്ലാത്തവര്, പാട്ടയില്ലേ പാട്ട, ഇപ്പൊ അല്ല പറയുന്നത് കഴിഞ്ഞിട്ടില്ല, പറഞ്ഞു ഇടയിൽ കയറരുത്. അപ്പൊ പാള കൊണ്ടായിരിക്കും ഈ വെള്ളം കോര. പാള അതിങ്ങനെ പ്രത്യേക രീതിയിൽ മടക്കിയിട്ടൊക്കെ ആക്കും. അത് നമ്മുടെ ഇങ്ങനെ മടക്കി, ഈ രണ്ട് സൈഡ് മടക്കി ഇങ്ങനെ ഇതിങ്ങനെ ഒരു പ്രത്യേക ചുറ്റി കെട്ടിയിട്ടാണ് ഇത് ചെയ്യുക. പിന്നെ ഈ പാട്ടുള്ളവരില്ലേ, അവർക്ക് ഈ പാള ഉപയോഗിക്കേണ്ടി വരും. കിണറിന്റെ അടി വറ്റാറാകുമ്പോ പാട്ട ശരിക്കും മുങ്ങില്ല, പിന്നെ വെള്ളം കലങ്ങും. പാട്ട ഇടുമ്പോ വെള്ളം കലങ്ങും, പാളയുമ്പോ വെള്ളം കലങ്ങില്ല. ഞങ്ങള് പന്ത് കളി ഞങ്ങള് പന്ത് കളി കഴിഞ്ഞ് വരുമ്പോഴേ, പാടത്തൊക്കെ പന്ത് കളി കഴിഞ്ഞ് വരുമ്പോ അതേ പാളയില് നോക്കിയാ ഒരു പാള വെള്ളം കോരിയിട്ട് ആ പാളത്തെ വെള്ളം മുഴുവൻ ഞങ്ങള് ഒരു പാള വെള്ളം കുടിക്കും ഞങ്ങള്. അതിന്റെ വെള്ളത്തിന്റെ മധുരം കണ്ടിട്ടുണ്ടാ? ഓയ്യോ, ഈ പറമ്പ് ഒരു 1-2 ഏക്കറിന് താഴെ ഉണ്ട്. 1.5 ഏക്കറാണിത് ഈ സ്ഥലം. കുറേ ഉണ്ട്. അതേപോലെ തന്നെ 1.5 ഏക്കർ സ്ഥലം ഉണ്ട് അപ്പുറത്തുണ്ട്. അത് സൈമൺ ചേട്ടന്റെ അനിയനാണ് അവിടെ താമസിക്കണേ. അപ്പൊ കുറച്ചൊക്കെ ഇവർക്ക് പൂർവികമായിട്ട് കിട്ടിയിട്ടുള്ളത്, കുറച്ച് നമ്മുടെ മാഷ് വാങ്ങിയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ ആൾക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ നെൽകൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി ഇപ്പൊ ചെയ്യുന്നില്ല. ഇവിടെ കുറെ തരം കൃഷികളൊക്കെ ചേനയും അതൊക്കെ, പന്നിശല്യം ഉണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ കൃഷികളൊന്നും ചെയ്യില്ല. ഗംഗാബോണ്ടം തെങ്ങും തൈ വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ട് ആള് പറഞ്ഞില്ലേ, അത് അമ്പോ കുത്തിമറിച്ചിട്ട് നോക്കിയേ ഒരു വലിയ കൊക്കിറിനിയാ. അങ്ങനെ അല്ലാണ്ട് പോണ്ട കണ്ട. പണ്ട് പറമ്പുകളിൽ ഇങ്ങനത്തെ വലിയ വലിയ കുളങ്ങൾ ഉണ്ടാവില്ലേ, ആവശ്യമല്ലേ. പക്ഷെ ഇതും പറ്റൂത്രേ, അവസാനം പറ്റൂല പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ബോർവെല്ലും ഉണ്ട്. നമ്മളെ അവിടെ ചേച്ചി കാന്താരി മുളക് പൊട്ടി കണ്ടില്ലേ, ഇവിടത്തെ സ്പെഷ്യൽ. നല്ല രസമുണ്ട്. അതിന്റെ അച്ചാറാണല്ലേ, അച്ചാറെന്ന് പറയാൻ പറ്റില്ല, ഒരു സാലഡ് പോലെ അല്ലേ, നല്ല രസല്ലേ. പിണ്ടി ഉണ്ട് ഇതില്, പിന്നെ അല്ല എന്ത് രസ. പച്ച വെളിച്ചെണ്ണയുണ്ട്, മുളക് പൊടി ഉണ്ട്, സവാള ഉണ്ട്, പിന്നെ കാന്താരി മുളക്, ഉപ്പ്, ഇത്ര സാധനങ്ങളാണെന്ന് തോന്നുന്നു. പിണ്ടി, മുളക്, ചൊറുക്ക് ഒഴിച്ചിട്ടുണ്ടാവും ഒത്തിരി, വിനാഗിരി, മുളകുണ്ട്. മുളക് അവിടെ ആ ചേച്ചി പൊട്ടിക്ക് കണ്ടില്ല ഇതിലേക്ക്, മുളകായിരുന്നു. ഇവിടെ ഫുഡെല്ലാം റെഡി ആയി കയറ്റിക്കൊണ്ടിരിക്കണോ? പിള്ളേരെത്തി. നെയ്മീൻ കറി അല്ലേ? ഇതൊക്കെ സൈഡുകൊണ്ട് വരണത് പച്ചക്കറിക്കാർക്കും ബാക്കി ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളും കൂടെ പോകുന്ന സാധനമാണ്. ഒരു പച്ചടിയിട്ടാ അത്. ഇത് നോൺ വെജിന്റെ കൂടെ ഉള്ളതാണോ അതോ മറ്റേ കൂടെ ഉള്ളതാണോ? നമ്മൾ സാധാരണ കാളൻ, തോരൻ, ഉപ്പേരി, അച്ചാറിനൊരു സാധനം. കാളന് പകരം ഇവിടെ ചുറ്റുവട്ടത്ത് സൈമൺ ചേട്ടൻ്റെ മോനുണ്ടല്ലോ, ആൻ്റണിയുടെ ഫ്രണ്ട്സ് ഉണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്, ഒരു +2 തൊട്ടുള്ള കുട്ടികളുണ്ട് ഇവിടെ. ആ +2ൻ്റെ പിള്ളേർ 2 പേരുണ്ട്. അവരൊന്നും വന്നിട്ടില്ല, അവർ ക്ലാസ്സുള്ള കാരണം വന്നിട്ടില്ല. ബാക്കി കുട്ടികളൊക്കെ ഓരോ കോഴ്സ് പഠിക്കുന്നവരാണ്. ചിലവർ ഇന്ന് അവധിയുള്ളവരുണ്ട്, ചിലവർ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അവരൊക്കെയാണ് കൂടെയുള്ളത്. ചിക്കൻ കൊണ്ടുവരുന്നേ, ചിക്കൻ കൊണ്ടാട്ടം.
സമയം 9:34. ഭക്ഷണം കയറ്റിയ വണ്ടികൾ പോണ് കണ്ടില്ലേ നമ്മൾ. അപ്പോൾ എല്ലാം സമയത്തിന് കുറച്ച് മുന്നേ തന്നെ എല്ലാതും ആയി കറക്റ്റായി പാക്ക് ചെയ്തൊക്കെ ദൈവം 2 വണ്ടികളിലായിട്ട് പോയി. അത് സർവ് ചെയ്യാനുള്ള പിള്ളേരും പോയിട്ടുണ്ട്. കുറച്ച് പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ സൈമൺ ചേട്ടൻ ഇവരെ കൂടെ പോയിട്ട് പരിപാടി കഴിയുന്ന വരെ ആളവിടെ നിൽക്കും. അവിടെ എത്തിച്ച് ഇങ്ങോട്ട് പോരലല്ല. സൈമൺ ചേട്ടൻ എന്ന് പറഞ്ഞാലേ പട്ടാളച്ചിട്ട പോലെയാ എല്ലാം ഏറ്റവും ഉത്തരവാദിത്തം വേണ്ട ഒരു മേഖലയാണിത്, ഈ ഫുഡിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാം കൃത്യമാണ് ആള് പറയാം. ഒരു രൂപ പോലും എവിടെയും കൈക്കൂലി കൊടുക്കുക ഒന്നും ചെയ്യില്ല. കാരണം ഈ ഫുഡ് ഇവരുടെ നിയമാവലി ഉണ്ടല്ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കില്ല, എന്തെല്ലാം പാലിക്കണം, ഇൻസ്ട്രക്ഷൻസ് കുറേ ഉണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് അവരെന്താണോ പറയുന്നത് അതുപോലെ എല്ലാം പാലിച്ചിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം? അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ്. ആൾക്ക് അതൊക്കെ ഭയങ്കര നിർബന്ധമാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. അപ്പോൾ ആളിത് ഇനി അവരെ കൂടെ പോകും. അപ്പോൾ കുറച്ച് പിള്ളേരും കൊണ്ട് അവരെയൊക്കെ കൊണ്ട് പോവും. ഫുഡൊക്കെ കൊണ്ടുപോയി. ഇനി നമ്മളോട് ചായ കുടിക്കാൻ വരാൻ പറഞ്ഞിട്ട് അല്ലി ചേച്ചി വന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം. വീട് ഞങ്ങളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല, എന്നാലും ഒരു കൗതുകം ജനിപ്പിക്കുന്ന മുകളിൽ തട്ടൊക്കെ അടിച്ചിട്ടുള്ള പണ്ടത്തെ വീടിന് അടിയിലത്തെ ടൈല് നോക്കിയ മറ്റേ കൂടിയാ അങ്ങനത്തെയാണ് ഇട്ടേക്കണത്. 58 കൊല്ലം പഴക്കമുള്ള വീട്. പഴയ ഈ ക്ലോക്കിന് എത്രയോ വർഷത്തെ പഴക്കം പറയണ്ടായിരുന്നു വന്നപ്പോ. ഇതിന്റെ പ്രശ്നം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ല കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നന്നാക്കാനാണ് പ്രശ്നം എന്ന് പറയുന്നു. ഏതോ ഒരാളുണ്ടെന്ന് എവിടെയോ, ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് കൊണ്ടുപോകുന്നത് അതിനെ കുറേ ദിവസം പിടിക്കും. കൊടുങ്ങല്ലൂര് നന്നാക്കി കിട്ടാൻ കുറേ ദിവസം പിടിക്കും. കാരണം ഇതിന്റെ പാർട്സ് കിട്ടണ്ടേ. അങ്ങനെ ആന്റണി ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചാണ് കഴിക്കാറില്ല. ഇത് ഇന്നത്തെ ഫുഡിൻ്റെ ആണ്. ഇന്ന് ചോറ്, സാധാ ചോറും കറിയാണ്. അതിൻ്റെ കൂടെ ബീഫും ചിക്കനും. ഇത് സ്പെഷ്യൽ. നിങ്ങൾക്ക് ഇന്ന് പൊറോട്ടയും ചിക്കനും അല്ല, ബീഫ് ചിക്കൻ അല്ല, ബീഫ് കുറുമ സ്പെഷ്യൽ അല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്തായാലും അല്ല, ഇത് രാവിലെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരാരും ചോറിനോടല്ല എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇതുണ്ടാവാറൊന്നുമില്ല, പൊറോട്ട എന്നല്ല. അപ്പൊ ഇങ്ങനെ പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് വേറെ ഉണ്ടാക്കൂല്ലേ? അത് ശരി. ഞാൻ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇനി ഉണ്ടാക്കേണ്ടി വന്നു. ഇനി ഇന്ന് വൈകുന്നേരം വീണ്ടും ഓർഡർ ഉണ്ട് അല്ലേ? നാളെ ഉണ്ട്. ഇത് ഞങ്ങളുടെ വേറൊരു സ്പെഷ്യൽ സാധനം. നിങ്ങളൊന്ന് കഴിച്ചു നോക്കുന്നു. കഴിച്ചിട്ടുണ്ടാവും. ചക്ക വരട്ടിയതാണ്. ചേട്ടനെ ഇവിടെ ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ട് ഇനി ഇരിക്കുന്നു. കണ്ടപ്പൻ എൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറഞ്ഞു, അതിരിക്കുന്നു കണ്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മീൻകറിയൊക്കെ നീ പോയി നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടാൽ തന്നെ അറിയുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ മത്സ്യമാത്തന്റെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും അത് തന്നെയാ പറഞ്ഞത്. വീട്ടിലെങ്ങനെ കഴിക്കണോ അതുപോലത്തെ ഒരു ഭക്ഷണം. ഷെഫ് മാറേണ്ട സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ സൈമൺ ചേട്ടനെ കണ്ടു. സൈമൺ ചേട്ടൻ്റെ അപ്പച്ചനെ, അമ്മച്ചീനെ, പിന്നെ അല്ലി ചേച്ചിയുടെ പാചകം, ഫുഡ് ഗംഭീരം. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഞങ്ങളിനി ഇവിടെ നിറങ്ങാണ്. നിങ്ങളിവിടെ വന്നതിനും ഞങ്ങളുടെ വക, എല്ലാവരുടെയും വക താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാം കേട്ടാ. അപ്പോൾ